ഹലോ കൂട്ടുകാരെ, നമുക്ക് ന്യൂ വീഡിയോയിലായിട്ട് കിടക്കാം. കൂട്ടുകാർ, ഫ്രണ്ട്സ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നാണ്, ചിലരില്ലാത്തവരാണ്. പക്ഷെ ഫ്രണ്ട്സ് പല തരത്തിലുണ്ട്. ആക്ച്വലി എല്ലാവരും കൂട്ടുകാരായിരിക്കണമെന്നില്ല. ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ട്, റിയൽ ഫ്രണ്ട്സ് ഉണ്ട്, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അതിന് വേണ്ടി മാത്രം ഫ്രണ്ട് ആവുന്നവരുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഭയങ്കര ബെസ്റ്റായിട്ട് നമ്മൾ അപ്പനും അമ്മനെക്കാട്ടിലും കൂടുതൽ നമ്മളോട് അടുപ്പമുള്ള ഫ്രണ്ട്സുണ്ട്. ചിലർ അങ്ങനെയുള്ള ഫ്രണ്ട്സുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ബട്ട് ഈ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ സുഹൃത്തുക്കളുടെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയാൻ പഠിക്കണം. ഒരു കൂട്ടുകാർ ഉണ്ടെന്ന് വെച്ച് മറ്റേ കൂട്ടുകാരനെ തള്ളിക്കളയരുത് ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ ഗോൾഡ് കയ്യിലുണ്ട്, ഡയമണ്ട് വേണ്ടി ഗോൾഡിനെ കളയാൻ പറ്റുമോ? സ്വർണ്ണം ഉണ്ടായില്ലേ ഡയമണ്ടിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ ഉള്ള കൂട്ടുകാരെ സൂക്ഷിക്കുക, വരുന്നവരെ തള്ളിക്കളയാതിരിക്കുക. പക്ഷെ നമ്മളെ മുള്ളിനെ പോലെ തുളച്ച് വേദനിപ്പിക്കാൻ കഴിവുള്ള കൂട്ടുകാരാണ് നമ്മുടെ കൂടെ നടക്കുന്നത് തിരിച്ചറിഞ്ഞാൽ അവർ പോലും അറിയാതെ മാറ്റി നിർത്തുക. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതായത് തോളിൽ കൈ ഇടും, പക്ഷെ കൈ ചിലപ്പോൾ പാമ്പിനെ പോലെ ആയിരിക്കും. മീൻസ് നമ്മളെ പുറകിൽ നിന്ന് കുത്തുന്ന സ്വഭാവം ഉള്ള കൂട്ടുകാരുണ്ടാവും. കൂടെ ഉണ്ടെന്ന് അവർ പറയാം, പക്ഷെ അവരവരുടെ ആവശ്യത്തിന് അവരുടേതായ രീതിയിൽ സെൽഫിഷായിട്ടും നമ്മുടെ കൂടെ ഒരു ആവശ്യത്തിന് ഉണ്ടാവാറില്ല. പിന്നെ എത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായാലും എന്നാ ബെസ്റ്റാന്ന് പറഞ്ഞാലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരുടെ ലൈഫിൽ അവർ തന്നെയാണ് കാണുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും സ്വന്തമായിട്ട് പ്രിപ്പയറായിട്ട് തന്നെ വേണം എപ്പോഴും ഇരിക്കാൻ. കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മേലോട്ട് അതിനെ തെറ്റിട്ട് അവരുടെ ഇഫേർട്ടോട് നമ്മൾ കൂട്ടരുത്. മീൻസ് അവരും ഒരു മനുഷ്യനാണ്, അവർക്കും അവരുടേതായ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂട്ടുകാരെ മനസ്സിലാക്കാൻ പഠിക്കണം. ചിലരുടെ സൈലൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നതായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇമോഷൻസിൽ നിന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ അത്രമാത്രം ബെസ്റ്റ് ഫ്രണ്ടിനോളം തന്നെ അടുത്താണ് അതിനർത്ഥം. മീൻസ് നമുക്കൊരാളുടെ വികാരം, അതായത് ഇമോഷൻ, അവരുടെ സങ്കടത്തിലാണോ സന്തോഷത്തിലാണെന്നോ അവരുടെ ഒച്ച കേട്ടാലോ അവരുടെ ഭാവം കണ്ടാലോ അവർ മിണ്ടാതിരുന്നാലോ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ബെസ്റ്റ് കൂട്ട് നിങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങൾക്കുള്ള കൂട്ടിനെ നിങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഫ്രണ്ട് ആണെങ്കിൽ അതൊരു ഫേക്ക് ഫ്രണ്ട് ആയിരിക്കും. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഫേക്ക് ഫ്രണ്ട്. കാരണം ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മാത്രം കൂടുന്നു. അവർ നമ്മളെ യൂസ് ചെയ്യാൻ അവരുടെ കുറച്ച് സെൽഫ് ഇതിനു വേണ്ടി മാത്രം ജസ്റ്റ് അവർക്ക് കൂട്ടില്ലാത്തടത്ത് കൂട്ടുകൊണ്ടുപോവുക, അത്ര അവർ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞ് വേണം അവരോട് കൂടാൻ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പറയാം. അപ്പോൾ ചെറിയൊരു പുതിയ ടോപ്പിക് കിട്ടി, നിങ്ങളോടൊക്കെ പറഞ്ഞു പങ്കുവച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ